എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ കർണാടകയിലൂടെയുള്ള വെസ്റ്റേൺ ഗാട്ട്സിലൂടെയുള്ള യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉടുപ്പിയിൽ വന്നായിരുന്നു. അപ്പോൾ ഉടുപ്പിയിൽ നിന്ന് മൊത്തം സൂര്യയും പൊന്നും കൂടെ നേരെ കാരവനുമായിട്ട് നാട്ടിലേക്ക് പോയി. ആ കൂടെ സച്ചുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ ഇവിടുന്ന് ഉടുപ്പിയിൽ നിന്ന് നേരെ ബാംഗ്ലൂർ എന്നിട്ട് പിന്നെ അവിടെ കുറച്ച് പരിപാടിയുണ്ട്. അത് കഴിഞ്ഞ് നേരെ തിരുപ്പതിയിലേക്ക് പോവാണ്. ഷിമോഗ, ചിത്രദുർഗ ഒക്കെ കൂടി നേരെ ബാംഗ്ലൂർ കൂടി നേരെ തിരുപ്പതിയിലേക്ക് നമ്മൾ പോകുന്നത്. മംഗലാപുരത്ത് എന്നിട്ട് വേണേലും പോകായിരുന്നു, പക്ഷേ ഇവിടുന്ന് നമ്മൾ ഈ റൂട്ടിലേക്ക് പോകാമെന്ന് വെച്ചു. പുത്തേട്ട് ഫാമിലി ബ്ലോഗിൻ്റെ ഉടുപ്പിയിൽ നിന്നും തിരുപ്പതിയിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സ്വാഗതത്തിനൊക്കെ ഇത്രയും മസിൽ പിടിക്കേണ്ട കാര്യമുണ്ടോ? മസിൽ പിടിച്ചതല്ല, അതെന്നാന്നോ പറയുന്ന മാറിപ്പോലല്ലോ, നാക്ക് വിളിക്കരുതല്ലോ, അതുകൊണ്ടാണ്. ഈ റൂട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ ആകുമ്പോൾ വരെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് ഇറങ്ങി വന്ന വഴിയാണ്. ഇത് മണിപ്പാല. ആംബുലൻസ് എത്ര എണ്ണം കിടക്കുന്നതെന്ന് നോക്കിയേ. അതെ, ഇവിടെ അല്ലേ മെഡിക്കൽ കോളേജ് അല്ലേ? മെഡിക്കൽ കോളേജും പിന്നെ ഹോസ്പിറ്റലുകളും കോളേജുകളും ഒക്കെ ഒത്തിരി ഉണ്ടല്ലോ ഇവിടെ മണിപ്പാലിൽ. നമ്മുടെ അവിടെ നിന്നൊക്കെ ഒരുപാട് പിള്ളേർ ഇവിടെ പഠിക്കുന്നുണ്ട്. അതെ, മഴയൊക്കെ പെയ്ത് നദികളെല്ലാം നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുക. ഇന്നതൊക്കെയാലും ഇച്ചിരി തെളിവുണ്ട്. എല്ലാം മഴയായിരുന്നു. കുറേ സ്ഥലമെല്ലാം നല്ല 4 ലൈനാണ്. ചിലയിടത്തെല്ലാം പണി തീരാനും ഉണ്ട്. ഇത് പഴയ വഴിയാണ്. അപ്പോൾ നമ്മളിത് ആകുമ്പോ അടുക്കാറായി. അങ്ങ് മഞ്ഞ് കാണുന്നുണ്ടോ? അപ്പോൾ അതാണ് ആകുമ്പോ. അപ്പോൾ ഈ മല കയറി വേണം നമുക്ക് പോകാൻ. മുകളിൽ കൂടെ വണ്ടി പോകുന്ന കാണാം. വണ്ടി അതുകൊണ്ട് അതിനിടയ്ക്ക് കൂടെ മരങ്ങളുടെ ഇടയിൽ കൂടെ പോകുന്നുണ്ട്. കുറേ ഹെയർപിൻ ബെൻഡുകളുണ്ട്. ഇവിടുന്ന് ഘാട്ട് തുടങ്ങുക. ഇന്ന് വലിയ തിരക്കില്ല വഴിയിൽ. നമ്മൾ കഴിഞ്ഞ ദിവസം ഇറങ്ങിപ്പോയപ്പോൾ എന്നെ തിരക്കായിരുന്നു ഇവിടെയൊക്കെ. വഴി ഭയങ്കര വീതി കുറവായി വഴിക്ക്. അത് കട്ട്ചേസ് വണ്ടികളാണ് ഓടുന്നത്. ചിലയിടത്ത് വീതിയുണ്ട്, ചില സ്ഥലങ്ങളിൽ തീർത്തും വീതി കുറവാണ്. അവിടെ എല്ലാം കോട കയറാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഒന്നും നമുക്ക് ഈ വ്യൂ ഇവിടുന്ന് കിട്ടിയില്ല. ഭയങ്കര മഞ്ഞും മഴയല്ലായിരുന്നോ? താഴെ കൂടെയൊക്കെ വണ്ടി കയറി വരുന്നത് കാണാം. ഇത് കഴിഞ്ഞ ദിവസം മൊത്തം മഞ്ഞും മഴയായിരുന്നുകൊണ്ട് നമ്മളിവിടെ എങ്ങും ഇറങ്ങിയില്ലായിരുന്നു. അതുകൊണ്ട് അവിടുന്ന് അങ്ങ് താഴെ നിന്നാണ് വന്നത്. ഇപ്പോൾ ഇത്രയും ഹൈറ്റിലെത്തി. ആ കമ്പ് ഇപ്പോൾ ഒടിഞ്ഞു വീണത് കേട്ടോ. കാറിൻ്റെ മുകളിൽ വീണില്ല. അതൊക്കെയാലും മഞ്ഞ് കയറി വരുന്നത് കണ്ടോ അവിടുന്ന്. ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മളത് ഘാട്ടെല്ലാം കയറി മുകളിലെത്തി. ഇങ്ങോട്ട് വന്നപ്പോൾ തണുപ്പായി, നല്ല തണുപ്പായി. അതെ, നമുക്കൊരു ചായ കുടിച്ചിട്ട് പോയാലോ? ചായ വേണോ? വേണേ കുടിക്കാം. ഒരു ചായ കുടിച്ചേക്കാം, 2 കുപ്പി വെള്ളം മേടിക്കാം. അപ്പം നമ്മൾ മലയൊക്കെ കയറി ആകുമ്പോൾ എത്തി. കഴിഞ്ഞ ദിവസത്തെ ആകുമ്പോൾ എന്നായിരുന്നു മഞ്ഞും മഴയും അല്ലായിരുന്നു. ഇത് ഇപ്പോൾ ഇവിടെ നല്ല തെളിവ്, പക്ഷെ ചെറിയൊരു മൂടലുണ്ട്, അത്രേ ഉള്ളൂ. സൗത്ത് ഇന്ത്യയുടെ ചിറാപ്പുഞ്ചി എന്ന് ആകുമ്പോൾ അറിയപ്പെടുന്നത്. മഴ എപ്പോഴും മഴയുള്ളൊരു സ്ഥലമാണ്, മഴ കൂടുതലുള്ള സ്ഥലമാണ്. അപ്പോൾ ഇനി നമ്മൾ ആകുമ്പോൾ നേരെ ഷിമോഗ റൂട്ടിലാണ് പോകുന്നത്. ഇവിടുത്തെയൊക്കെ വീടുകളുണ്ടോ? ഇതൊക്കെ ഒത്തിരി പഴയ വീടുകളാണ്. അതെ, നല്ല രസമുണ്ട്. നല്ല നോക്കി നീളൻ വരാന്തയൊക്കെ. എല്ലാ വീടുകളും അതുപോലെ ഇതുണ്ട്. കൂടുതൽ ഓടിട്ട വീടുകളാണ് മൊത്തം. ഇങ്ങോട്ട് വന്നപ്പോൾ മഴയൊക്കെ പെയ്യാൻ തുടങ്ങി. ഇത് ഷിമോഗ 67 കിലോമീറ്റർ, ജോഗ്ഫാൾ 120, സാഗർ 83, ഷിമോഗ 60 കിലോമീറ്റർ, കൊപ്പ 25. ഇത് തീർത്ഥഹള്ളി എന്ന് പറഞ്ഞ സ്ഥലമാണ്. തീർത്ഥഹള്ളി. ബൈക്കാരും തിരിച്ചു വന്നതുണ്ടോ? പുള്ളി വീടിൻ്റെ മുറ്റത്തൂടെ വണ്ടി ഓടിക്കുന്ന പോലെയാണ്. ഇവിടുത്തെ ഒരു ക്ഷേത്രം ഇത്, കളർഫുൾ. തീർത്ഥഹള്ളി നല്ലൊരു ടൗൺ ആണല്ലോ. അതെ, അത്യാവശ്യം വലിയ ടൗണാണ്. ഒത്തിരി വലുതല്ല, എന്നാലും വന്ന ടൗണുകളെ അപേക്ഷിച്ച് അതിനെ അപേക്ഷിച്ച് നല്ലൊരു സിറ്റിയാണ്. ഇവിടെയും കണ്ടോ? സൈഡിൽ കൂടെ കണ്ടോ പാർക്കിങ് മൊത്തം? ഒരു ലൈനേ ഉള്ളൂ. പിന്നെ എന്നാലും പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. ആ സൈഡ് മൊത്തം ബൈക്ക്. അതെ, ഷോളാപ്പൂർ 590, ബാംഗ്ലൂർ 338, ചിത്രദുർഗ 167. നമുക്ക് ഉടുപ്പിയിൽ നിന്ന് തിരുപ്പതിയിലേക്ക് ഏകദേശം 650 കിലോമീറ്റർ ഉണ്ട്. അതെ, നമ്മൾ കോട്ടയത്ത് നിന്ന് വരുവാണെങ്കിലും ഏകദേശം 700 കിലോമീറ്റർ അടുത്തുണ്ട്. അതായത് ദൂരം തന്നെ ഇവിടുന്നുണ്ട്. ഈ വഴിയൊക്കെ വീതി എടുത്തോണ്ടിരിക്കുക. അതുകൊണ്ട് സൈഡ് ബിൽഡിംഗ് ഒക്കെ പൊളിച്ചിട്ടുണ്ട്, വീതി കൂട്ടിക്കൊണ്ടിരിക്കുക. അവിടെ ഇപ്പം നല്ല ഹൈറ്റിൽ നല്ല സൈഡൊക്കെ ഓടയൊക്കെ വലിയ വഴിയായിട്ട് 4 ലൈൻ ആണെന്ന് തോന്നുന്നു. 4 ലൈൻ ആക്കാൻ തോന്നുന്നു. ടൗൺ പഞ്ചായത്ത് തീർത്ഥഹള്ളിയോട് ഇവിടെ പറഞ്ഞു. അതെ, തുങ്ക നദിയായി ഒഴുകുന്നത്. ഇവിടുത്തെ മഴയുടെയാണ്. നല്ല വെള്ളമാണ്, കലക്കവെള്ളം, കലങ്ങി മറിഞ്ഞ് ഒഴുകുന്നത് തുങ്ക നദി. അപ്പോൾ നമ്മൾ ഷിമോഗ ചെല്ലാതെ ഇവിടുന്ന് ഒരു ഷോർട്ട് കട്ട് കയറിയതാണ്. ഇവിടെ വനത്തിൽ കൂടെ ഇവിടുന്ന് ഇനിയും പോകേണ്ടത്. കുറച്ച് ദൂരം വനമാണ്. വനത്തിലേക്ക് കയറി. മുട്ടിനക്കൊപ്പ 6 കിലോമീറ്റർ. ഇവിടെയൊക്കെ അടയ്ക്ക കൃഷിയാണ് കൂടുതലും തോന്നുന്നു. കാപ്പി എസ്റ്റേറ്റും കാണും മുന്നോട്ട്. കാപ്പിയും കാണും. ഒരു സൈഡ് വനമാണ്, ഈ സൈഡ് ലെഫ്റ്റ് സൈഡ് വനമാണ്. ഇവിടെ കമുകും കൊടിയുണ്ട്, കൃഷി, കുരുമുളക് കൃഷിയുണ്ട്. അവിടെ എന്നെ ലൈനിലാണ് വെച്ചേക്കുന്നതെന്ന് കമുക്. ഒറ്റ ലൈന. ഒരു കമുകെ കയറിയ
ആ ഒരു കമയ കയറി അടുത്ത കമയില് ആടി ആടി പോയി ബാക്കി പറിച്ച് പോരാ. അങ്ങനെ പറിക്കുന്നവരുണ്ട്. അതെ, നമ്മൾ അവിടെ നിന്ന് കയറി ഇവിടെ ഒന്ന് വനത്തിൽ നിന്ന് ഇറങ്ങാണ്. ഇവിടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. പശുക്കളെല്ലാം വഴിയിലാണ്, നോക്കി പോകണം. ഇപ്പം നമ്മൾ ഈ വന്നത് നല്ലൊരു അടിപൊളി റൂട്ടായിരുന്നു. അതെ, ഇതും വനമാണെന്ന് തോന്നുന്നു. ഇവിടെയും കുറച്ച് വനമാണെന്ന് തോന്നുന്നു. കർണാടകയുടെ വേറൊരു മുഖമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന ഏരിയ പോലൊന്നും അല്ല. കുറേ അടയ്ക്കാത്തോട്ടമൊക്കെ ഉണ്ട്. പിന്നെയും വേറൊരു ഭൂപ്രകൃതിയാണ്, ക്ലൈമറ്റ് ഇവിടെ. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ താഴെ നിന്ന് ഉടുപ്പിൽ നിന്ന് കയറി വന്ന് ആകുമ്പോഴേക്ക് കയറിയെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു സീ ലെവലിൽ നിന്ന് 2500-2700. അപ്പൊ ആ ഒരു ലെവലിൽ തന്നെയാ. പിന്നെ നമ്മൾ ഇറങ്ങിയിട്ടില്ല, ആ പൊക്കത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വലിയ ചൂടില്ല, ചൂട് കുറവാണ്. ഇവിടെയൊക്കെ ഉണ്ട്, തെങ്ങുണ്ട്, തെങ്ങും കമുകും. ആ ബോർഡോടൊന്ന് വായിച്ചേ. ആ ബോർഡ് വായിക്കാൻ അറിയാമായിരുന്നെങ്കിൽ ഇപ്പം ഇവിടെ റോഡ് തടഞ്ഞ ആൾക്കാർ നിൽക്കുന്നത്. അതെ, ഹർത്താല്. ഇവിടുത്തെ പശുക്കളെല്ലാം കണ്ടോ, പൊക്കം കുറഞ്ഞ കുഞ്ഞു പശുക്കളാണ്. എന്നാണേലും കർണാടകയുടെ ഉൾനാടൻ ഗ്രാമങ്ങളാണെങ്കിൽ പോലും വഴിയല്ല നല്ലത് കേട്ടോ. അതെ, ശങ്കരഘട്ട എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി നമുക്ക് വേണമെങ്കിൽ ഒരു ചായ കുടിച്ചിട്ട് പോകാം കേട്ടോ. മുമ്പേ അവിടെ നിർത്തിയാലും ചായ ഒന്നും കുടിച്ചില്ലായിരുന്നു. ചായ കുടിക്കാൻ ഡീസൽ മേടിക്കണം. ഇവിടെ ഒരു ഡാമുണ്ട്, ഭദ്ര ഡാം. തുറന്നു വിട്ടേക്കുക, അതെ, കുറേ വെള്ളം ഒഴുകുന്നുണ്ട്. മഴ ആയതുകൊണ്ടായിരിക്കും തുറന്നു വിട്ടേക്കുന്നത്. അതുകൊണ്ട് ആ സൈഡിൽ കൂടെ ചെറിയ 2 ഷട്ടറാണ്. ഇത് ലക്കവല്ലി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഈ ഡാം സ്ഥിതി ചെയ്യുന്ന സ്ഥലപ്പേരാണ് ലക്കവല്ലി എന്ന്. അപ്പോൾ ആ പേരിലും ഡാം അറിയപ്പെടും, ഭദ്ര ഡാം എന്നും അറിയപ്പെടും. അതെല്ലാം കമുകിൻ തോപ്പ, തെങ്ങുമുണ്ട് ഇടയ്ക്ക്. ഇങ്ങോട്ട് വന്നപ്പോൾ നെൽകൃഷിയുണ്ട്. റൈറ്റ് സൈഡിലും ഉണ്ട് കേട്ടോ ഇടയ്ക്ക്. 2 സൈഡും ഉണ്ട്. നെൽകൃഷി കൂടുതൽ കാണുന്നുണ്ട് ഇങ്ങോട്ട്. അതെ, കാളവണ്ടി കാണുന്നുണ്ട്. നമ്മൾ ഈയിടെ അതിലെല്ലാം വന്നിട്ട് ഒരു കാളവണ്ടി കണ്ടില്ലല്ലോ. ഇങ്ങോട്ടൊക്കെ കാളവണ്ടി ഉണ്ട്. തുംകൂർ 167 കിലോമീറ്റർ, ബാംഗ്ലൂർ 239. അപ്പോൾ നമ്മൾ ഷിമോഗയും ചിത്രദുർഗയും ഒന്നും ചെല്ലാതെ നേരെ തുംകൂരേക്ക് ചെല്ലും. നമ്മൾ ഒന്ന് ഹൈവേയിൽ കയറുക. 4 ലൈൻ പണിത് വരുന്നേ ഉള്ളൂ, പണി പൂർണ്ണമായിട്ട് തീർന്നിട്ടില്ല. ഇങ്ങോട്ട് കുറേ വഴിപണി അതെല്ലാം തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഓടിയത്. കടൂർ എന്ന് പറഞ്ഞ സ്ഥലം, ഇത് കടൂർ. അപ്പോൾ നമ്മൾ തിരുപ്പതി ചെല്ലുമ്പോൾ എന്നാലും നേരം വെളുക്കാറാവും. അതെ, ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോൾ ചെല്ലും. ഞാൻ ഉറക്കം വരുമ്പം പറയാം. പറഞ്ഞാൽ മതി, ഡ്യൂട്ടി ഏറ്റാൽ മതി. ഞാൻ ഇച്ചിരി സന്ധ്യ ആകുമ്പോഴത്തേനും കിടന്ന് ഞാനൊന്ന് ചെറുതായിട്ട് മയങ്ങാം. ഒന്ന് മയങ്ങിക്കോ, കുഴപ്പമില്ല, ഉള്ള സമയമുണ്ട്. പിന്നെ വഴി നല്ല വഴിയാണെങ്കിൽ പെട്ടെന്ന് ഓടിയെത്തും. ഇപ്പൊ ചിറ്റൂര് 426 കിലോമീറ്റർ അല്ലേ. ചിറ്റൂരിൽ നിന്ന് പിന്നെ കുറച്ചല്ലേ ഉള്ളൂ. അങ്ങോട്ട് പിന്നെ വഴി നല്ലതുവാ. അതുവരെയുള്ള ഇതിനിടയ്ക്ക് വല്ലതും വഴിപണി ഈ വഴി എങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല. ഇപ്പൊ ഇതുപോലെ 4 ലൈൻ ആണെങ്കിൽ നമ്മള് പെട്ടെന്ന് മണിക്കൂറിലൊരു 50-60 കിലോമീറ്റർ ഓടിയെത്തും. ഒരു ചായ കുടിക്കാൻ നിർത്താൻ 4 മണിയായപ്പോൾ തൊട്ട് പറഞ്ഞിട്ട് 6 മണിയായപ്പോൾ നിർത്തി ഒരു കാപ്പി കുടിച്ചു. ഇവിടെ നല്ല തണുപ്പാ, ചൂടൊന്നുമില്ല. 23-24 ടെമ്പറേച്ചർ ഇപ്പോൾ ഉള്ളൂ. ഇതിപ്പോൾ പണി തീർന്ന ഹൈവേയാണ്. നമ്മളിപ്പോൾ ഈ പോകുന്ന ഹൈവേ NH 69. ഇതൊരു 730 കിലോമീറ്റർ നീളമുള്ള ഒരു നാഷണൽ ഹൈവേയാണ്. ആന്ധ്രയും കർണാടകയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഹൈവേ കൂടിയായത്. കർണാടകയുടെ തീരദേശ പ്രദേശമായ ഹൊണ്ണാവറിൽ നിന്ന് തുടങ്ങി ആന്ധ്രയിലെ റെനിഗുണ്ടയിൽ അവസാനിക്കുന്ന ഒരു ഹൈവേ ഇത് NH 69. ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്ന ഇത് തടിവണ്ടിയാണ്. ഇത് ഭയങ്കര ഡേഞ്ചറായി ഹൈവേയിൽ ഇങ്ങനെ കിടക്കുന്നത്. കൂവമ്പൂർ യൂണിവേഴ്സിറ്റി. ഇത്ര നേരം ടോളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതെ, ആദ്യത്തെ ടോള് നമ്മൾ ഈ റൂട്ടിന് വന്നപ്പോൾ. ഇങ്ങനത്തെ വഴിയാണെങ്കിലേ പെട്ടെന്ന് വണ്ടി ഓടിയെത്തും അല്ലേ. അതെ, NH 69 അവിടുന്ന് തിരിഞ്ഞു പോയി. ആ വഴി അവിടുന്ന് അങ്ങോട്ട് പണി പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഈ റൂട്ടിൽ തന്നെ പോകുന്നു. നേരെ തുംകൂരി എന്ന് പോകാമെന്ന് വെച്ചു. ഇങ്ങോട്ടും 4 ലൈൻ്റെ പണിയൊന്നും പൂർണ്ണമായിട്ട് തീർന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇത് പഴയ വഴി കൂടെ തന്നെയാണ് പോകുന്നത്. ടിപ്റ്റൂർ എത്തി നമ്മൾ. ടിപ്റ്റൂർ ഒരു തുംകൂർ അടുക്കാറായി. തുംകൂർ എത്തി. അതെ, ദാൽപാലക്കും പിന്നെ നാനും. പ്ലെയിൻ നാൻ പറയണ്ടായിരുന്നു. അതെ, ഗാർലിക് നാൻ ആയിപ്പോയി. അല്ല, ഗാർലിക് അല്ല, ഇതിട്ടിട്ടുണ്ട്. നാൻ തന്നെയാണ്, മറ്റേ ഇത് ബട്ടർ ഇട്ടിട്ടുണ്ട്. ബട്ടർ ഇട്ടാ വേണ്ടായിരുന്നു, മറന്നുപോയി. ദാൽപാലൊക്കെ തൊട്ടിക്കാത്ത കൊണ്ടോ വെച്ചേക്കുന്നത്. അതെ, ഞാനുണ്ടെന്ന് നോക്കി. കുഴപ്പമില്ല. ഞാനൊരു ലസ്സിയും പറഞ്ഞു, സ്വീറ്റ് ലസ്സി. ഞാൻ ഓടിക്കണോ? വേണ്ട, ഞാൻ ഓടിച്ചോളാം. ഉറക്കം വരുമ്പോൾ വിളിക്കാം. ആണോ? എന്നാൽ ഞാൻ ശാലം നേരം ഉറങ്ങാം. എടുത്തോ. ആയിക്കോട്ടെ.
അപ്പോൾ അതേ നമ്മൾ കർണാടക തീർന്നു, ആന്ധ്രാപ്രദേശിലേക്ക് കയറാറായി. ആന്ധ്രാപ്രദേശ് ബോർഡർ ചെക്ക് പോസ്റ്റ്. നമ്മളിപ്പോൾ NE7 കൂടെയാണ് പോകുന്നത്. ആന്ധ്രാപ്രദേശ് ബോർഡർ ചെക്ക് പോസ്റ്റൊക്കെ നിർത്തി, നേരത്തെ ഉണ്ടായിരുന്ന ബോർഡാണ്. അപ്പോൾ ഇന്നലെ 2 മണിയായപ്പം, വെളുപ്പിനെ 2 മണിയായപ്പോൾ, ഇന്നലെ എന്ന് പറയാൻ പറ്റില്ല, ഇന്ന് വെളുപ്പിനെ 2 മണിക്ക് നമ്മളിവിടെ ഒതുക്കി ഒരു ഹോട്ടലിൽ റൂം എടുത്ത് കിടന്നു. തിരുപ്പതിക്ക് ഇനി ഇവിടുന്ന് ഒരു 40 കിലോമീറ്റർ താഴെ ഉള്ളൂ. അതിന് രാത്രി ഉറക്കം വന്നായിരുന്നോ? ഉറക്കമൊന്നും വന്നില്ല. ഞാൻ ഓർത്തപ്പോഴേ ഇവിടെ നിർത്താൻ കാരണം എന്നാന്ന് ചോദിച്ചാൽ, ടൗണിലോട്ട് ചെന്നാലേ ഈ റൂമും തപ്പി നടക്കണം. ചില ഇപ്പൊ നല്ല റൂമൊന്നും കിട്ടാനും പാടാ, വണ്ടിയും ചിലപ്പോൾ പാർക്ക് ചെയ്യാൻ പറ്റിയ. ഇവിടെ അതെ അവിടെ വന്നപ്പോ ഈ ടോളിന് തൊട്ട് മുന്നേ നല്ല പാർക്കിംഗ് സൗകര്യം, നല്ലൊരു ഹോട്ടലും. പിന്നെ ഇവിടെ ഒതുക്കിയേക്കാന്ന് വെച്ചു. റൂമൊന്നും കുഴപ്പമില്ലായിരുന്നു, നല്ല റൂമായിരുന്നു. ഒരു 35-40 കിലോമീറ്ററേ ഉള്ളു ദൂരം അങ്ങോട്ട്, 1 മണിക്കൂർ ഓടാനുള്ള ദൂരം പോലും ഇല്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ അവിടെ ഒതുക്കി. AC റൂമിന് 1600 രൂപ. ടൗണിൽ പോയി എടുത്ത ഒരു 2500-3000 രൂപയെങ്കിലും. കുഴപ്പമില്ലായിരുന്നു, നല്ല റൂമായിരുന്നു, നല്ല പുതിയ ഹോട്ടലായിരുന്നു. ഹോട്ടലിൽ ചിലപ്പോൾ ഈ പഴയ ഹോട്ടലൊക്കെ ആണെങ്കിൽ ഭയങ്കര ചാർജുവാ, നല്ലതായിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ അങ്ങ് ഒതുക്കി. അവിടെ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയില്ലേ. അത് തന്നെ നമുക്ക് ഉച്ചയാകുമ്പോൾ ചെന്നാൽ മതിയല്ലോ, അവിടെ ഉച്ച കഴിയുമ്പോൾ ചെന്നാൽ മതി. അതുകൊണ്ട് സമയം ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് അങ്ങ് ഒതുക്കിയതാ. അപ്പൊ ഇന്നലെ 12 മണി വരെ രാജേഷ് ഓടിച്ചു, അത് കഴിഞ്ഞ് 2 മണി വരെ ഞാനും ഓടിച്ചു. നല്ല വഴിയല്ല ഇവൻ ഓടിച്ച NE7 കൂടെ. നല്ല വഴിക്കാ ചേട്ടായി ഓടിച്ച. ഞാൻ ഓടിച്ച ഒരു 10-15 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ അത് തീർന്നു. നമ്മൾ ഇന്നലെ വന്നത് ശരിക്കും ചെന്നൈ ബാംഗ്ലൂർ എക്സ്പ്രസ് വേയിൽ കയറിയാ വന്നത്. നല്ല അടിപൊളി റോഡാണ്. അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നിട്ട് പിന്നെ വലിയ മഴയൊന്നും ഇല്ലായിരുന്നു. ഇവിടെയാണെങ്കിൽ മഴയുടെ ഒരു ലക്ഷണം പോലും ഇല്ല, നല്ല വെയില. ആന്ധ്രയിലേക്ക് കയറിയില്ല, നല്ല ചൂടായിരിക്കും. അല്ല ഇവിടെ വലിയ ചൂടില്ല, പക്ഷെ മഴയില്ല. അപ്പം നമ്മൾ തിരുപ്പതി എത്തി. തിരുപ്പതിയിൽ നിന്നൊരു 20 കിലോമീറ്റർ മല കയറി വേണം തിരുമല എത്താൻ. തിരുമലയാണ് തിരുപ്പതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുമല റൈറ്റിലേക്ക്. വെൽക്കം ടു തിരുപ്പതി. ഇവിടുന്ന് തിരുമലയ്ക്ക് നമ്മൾ തിരിയാം. റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് 2 പേരെയും കൂടെ കൂട്ടിയിട്ട് വേണം നമുക്ക് പോകാൻ. അവരും വെളുപ്പിനെ വന്നതാണ്, അവരവിടെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അവരെ കൂട്ടിയിട്ട് വേണം നമുക്ക് നേരെ തിരുമലയ്ക്ക് പോകാൻ. അമ്മാവനും മരുമാനും എത്തിയിട്ടുണ്ട്. അമ്മാവനും മരുമാനും കൂടെ എന്നാണ്ട് കുളത്തിൽ പൊങ്ങിയെന്ന് പറഞ്ഞ പോലെയാ. അതെ, അവിടെ പൊങ്ങി ഇവിടെ പൊങ്ങി. അപ്പോൾ ഇത് ഉണ്ണിയുടെ അമ്മാവൻ സജി. അങ്കിള് ഇനിയിപ്പോൾ നമ്മൾ തിരുപ്പതിയൊക്കെ പോയിട്ട് തിരിച്ച് നാട്ടി വരെ നമ്മളോട് ഉണ്ട്. അങ്കിളിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്ര ധൃതി വെച്ച് പോയത്. ഞാൻ ആകുന്ന പറഞ്ഞ സജിച്ചേട്ടാ, അമ്മാവൻ ഇങ്ങോട്ട് വന്നോളും, ഞങ്ങളോട് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. അമ്മാവന് പ്രായമായടാ, അമ്മാവന് വരാൻ വഴിയൊന്നും അറിയത്തില്ല, വരാൻ പറ്റിയെന്നാ പറഞ്ഞത്. അമ്മാവൻ ഒറ്റയ്ക്ക് വിടാൻ പറ്റത്തില്ല, ഏതിലേലും പോകും, കൂട്ടം തെറ്റി പോകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അമ്മാവനെ ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വരാന്നും പറഞ്ഞു പോയതാ. അത്ര സ്നേഹമാ, അത്ര വിശ്വാസമല്ലേ. അല്ലേലും ഉണ്ടല്ലോ സത്യത്തിന്റെ മുഖം എപ്പോഴും അല്ലേലും ശ്രീകൃഷ്ണനെ ഞാൻ ഓർത്തു പോകുന്നുണ്ട്. മരുമക്കളെ സൂക്ഷിച്ചു. അമ്മാവന്മാരുടെ അന്തകന്മാരെ എപ്പോഴും. വേറെ കാര്യമുണ്ട് കേട്ടോ, ഇത്ര സ്നേഹമുള്ള ഒരു മരുമാൻ വേറെ ഇല്ല. ഇല്ല അവിടുന്ന് അത്ര മംഗളാപുരത്ത് അവിടെ വന്നു നടക്കണം. അമ്മാനെ കൂട്ടാനായിട്ട് തന്നെ വന്നതാ. മംഗലാപുരത്ത് നിന്നല്ല, ഉടുപ്പിന്ന് രാത്രിയിൽ 1 മണിക്ക് പോയ ട്രെയിൻ കയറി അവിടെ വന്നാണ്. കുളിര് പോയിരുന്നു. ആ മനസ്സ് കാണാതെ പോരുത്. ഒരിക്കലും ഇല്ല. കാര്യം പിന്നെ മരുമാനൊക്കെയാ ട്രെയിനിൽ കയറിയപ്പോഴേ തനിക്കണം പുറത്തു വന്നു. അമ്മാവൻ വേണം മുകളിൽ വൃത്തി കയറിക്കാൻ, ഞാൻ താഴെ മരുമാന്റെ സെൻട്രൽ ബോൾട്ടും പോയി, എല്ലാ പ്ലേറ്റ് സെറ്റ് വരെ ഒടിഞ്ഞു കിടക്കുക. വേറെ കാര്യമുണ്ട്, റെയിൽവേ നിയമം അനുസരിച്ച് ഞാൻ ബാധ്യസ്ഥനാണ്. എനിക്ക് കിട്ടിയത് താഴത്തെ ബർത്താ, അത് ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല. സീറ്റ് നമ്പറിൽ അത് പറഞ്ഞിട്ടില്ല, 26-27 ഞങ്ങൾ കാണുന്നു പറഞ്ഞു. തെളിവ് എന്റെ കയ്യിലുണ്ട്. എന്നാലും അമ്മാന് വേണ്ടിട്ട് ആ ബർത്ത് കൊടുത്തിട്ട് മോളിൽ കയറി കിടക്കായിരുന്നു. നിയമത്തിന്റെ കൂടത്തിൽ കിടക്കണം എന്റെ അടുത്ത്, അതിന് തെളിവ് പറഞ്ഞോണ്ട് ഭാര്യ വക്കീല, അതുകൊണ്ടാട്ടോ. അതെ. അപ്പൊ ഏതൊക്കെയാണല്ലേ അമ്മാന്റെ ആണല്ലോ ആ സ്നേഹം അവിടെ കൊണ്ട് പോയല്ലോ കൂട്ടിട്ട്. ഞാൻ അപ്പോഴേ അളന്നത്, നേരത്തെ അളന്ന് നോക്കിയാ ഒന്നുകൂടെ ഒന്ന് അളന്നത് മനസ്സിലായി. ഇവനൊക്കെ ഇത്ര ഉള്ളൂ എന്നുള്ള കാര്യം മനസ്സിലായി. എന്നെക്കാലം 5 വയസ്സ് കുറവുള്ള ഒരുത്തൻ മുകളിലത്തെ പുറത്ത് കയറാൻ വേണമെന്ന് പറഞ്ഞു. ഇവന്റെ ഭാവിയിലത്തെ കാര്യങ്ങൾ എങ്ങനെയെല്ലാം നടക്കണം ഒരിക്കലും വിശ്വസിക്കരുത്. 5 വയസ്സെന്നുള്ളത് ദൈവത്തെ ഓർത്ത് 5 വയസ്സ് പറഞ്ഞതൊക്കെ എനിക്ക് ഇതില്ലാത്തതൊക്കെ പറഞ്ഞു വിശ്വസിച്ചു. അല്ല, 5 വയസ്സ് അവന് കുറവല്ല കേട്ടോ, എനിക്ക് അവനേക്കാൾ 5 വയസ്സ് കൂടുതലും. അത്രേ ഉള്ളൂ കേട്ടോ, ആരും തെറ്റിദ്ധരിക്കണ്ട, അത്രേ ഉള്ളൂ. തിരുപ്പതി ബസ് സ്റ്റാൻഡ് അത്. തിരുമല നേരെ വിട്ടു കേട്ടോ. നമ്മൾ ആ ഫ്ലൈ ഓവറിൽ ഇത് വന്ന് കയറി. അപ്പൊ ഇനി തിരുപ്പതിയിൽ നേരെ തിരുമലയിലേക്ക്. ഈ കാണുന്ന വഴിയാണ് നമ്മൾ തിരിച്ചിറങ്ങി വരുന്ന വഴിയാണ്. അങ്ങോട്ട് ഒരു വഴിക്ക് കയറി പോകും, ഇങ്ങോട്ട് ഇതിലേ ഇറങ്ങി വരും. 1 വേ. ഇതാ നന്ദി സർക്കിൾ. സെക്യൂരിറ്റി ചെക്ക് പോസ്റ്റ് 1 കിലോമീറ്റർ. ഇവിടെ എല്ലാം വണ്ടിയെല്ലാം ചെക്ക് ചെയ്ത് നമ്മളെ കയറ്റി വിടുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ മല കയറി തിരുമലയിലേക്ക്. അപ്പോൾ ഇവരെ കൂട്ടാൻ അങ്ങോട്ട് പോകണ്ട, ഇല്ലെങ്കിൽ ഇതിലേ വന്നാനെ. ഇതേ നേരെ കയറിപ്പോൾ അവിടുന്ന് വരുമ്പോഴേ ഇങ്ങോട്ട് നോക്കിയാൽ ഈ വണ്ടികളെല്ലാം
സെക്യൂരിറ്റി ചെക്കിന് വേണ്ടി നിൽക്കുന്ന വണ്ടികളാണ്. ഇവിടെ കുറച്ച് സമയം എടുക്കും കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ കമാൻഡർ ഉണ്ടല്ലോ, ഇതെല്ലാം മുകളിലേക്ക് ട്രിപ്പ് വെക്കുന്ന വണ്ടികളാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ക്യൂവിൽ ഇങ്ങനെ വന്ന് ഇതേ മുന്നോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ സമയം എടുക്കും. ഇവിടെ നമ്മൾ ആൾക്കാർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവിടെ സ്കാനറുണ്ട്, അതിൽ സ്കാൻ ചെയ്ത് വേണം അകത്തേക്ക് പോകാൻ. പിന്നെ വണ്ടി ബോണറ്റും എല്ലാം തുറന്ന് കാണിക്കണം. ഇത് അങ്ങോട്ടെല്ലാം നല്ല ക്യൂ ആണ്. അത് ചെക്കിങ് എല്ലാം കഴിഞ്ഞ് വന്ന വണ്ടികളാണ് ഇതെല്ലാം. എല്ലാവരും ഇവിടെ വന്ന് വണ്ടിയിൽ കയറുക. വണ്ടിക്കകത്ത് പ്ലാസ്റ്റിക് ബോട്ടിലോ വേറെ മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലെല്ലാം എടുത്ത് അവിടെ ഇറക്കി വെക്കും അവർ. നമ്മൾ ആൾക്കാരെല്ലാം ബാഗ് എടുത്ത് അതിൽ സ്കാൻ ചെയ്ത് ഇങ്ങോട്ട് നടന്നു വന്ന് വേണം വണ്ടിയിലേക്ക് കയറാൻ. ഇങ്ങോട്ട് കയറുന്നതിനൊരു എൻട്രി ഫീ ഉണ്ട് 50 രൂപ. സാധാരണ അത് ഫാസ്റ്റായി നിന്ന് കട്ടാകുക ചെയ്യുന്നത്, പക്ഷേ നമ്മുടെ ഇയർലി പാസ്സാണ്. അപ്പോൾ അതിൽ കട്ടാകുകയല്ല, വേറെ അവിടെ കൊണ്ട് പൈസ അടയ്ക്കണം. അപ്പോൾ ഉണ്ണി അത് അടയ്ക്കാൻ വേണ്ടി പോയേക്കാം. ഈ മല കയറി നമുക്ക് മുകളിലെത്തണം. മലയുടെ മുകളിലോട്ട് ചെല്ലുമ്പോൾ ചൂടൊന്നുമില്ല കേട്ടോ. ഇവിടെ നല്ല ചൂടാണ്, അവിടെ നല്ല തണുപ്പായിരിക്കും. ഉണ്ണി വന്നില്ല ഇതുവരെ? വന്നില്ല. എന്നാ പറയാൻ, അമ്മാനെ പറഞ്ഞു വിട്ടാൽ മതി. അമ്മാനെ ശാലോടെ സ്പീഡപ്പായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ അമ്മാവൻ പോകാൻ വരായിരുന്നു. അമ്മാവന് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാ മരുമാനെ ഓവർടേക്ക് ചെയ്യുന്നൊരു ഇതരായിട്ടുള്ള ഒരു ചൊല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാവനെ തട്ടിയ മരുമാനെന്നല്ലേ ഉള്ളൂ. ഇനി മരുമാനെ തട്ടിയ അമ്മാവനെന്നൊരു ഇത് വരണ്ട, പേരുദോഷം വരണ്ട. അതുകൊണ്ട് ഞാൻ മാറിയെന്ന പിള്ളേര് ചെയ്ത് പഠിക്കട്ടെ. അതെ, അല്ല ഇത് ഇന്നല്ല നാളെ പിന്നെ പഠിക്കാൻ പറ്റൂ. അതെ, ശരിയാ. ഇങ്ങനെയൊക്കെയാ സിനിമ കയറണം. അപ്പൊ ഏതായാലും മരുമാൻ വന്നു പെട്ടെന്ന്. അതിന് താമസം ഉണ്ണി. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് പൈസ അടയ്ക്കുന്നിടത്ത് നല്ല ക്യൂ ഉണ്ടായിരുന്നു. പിന്നെ അത് അവിടെ അടച്ചിട്ട് ആ റെസീപ്റ്റ് നമ്മൾ കടന്നുപോയ കൗണ്ടറിൽ കൊണ്ട് കാണിക്കണം. ഓ അത് ശരി. അമ്മാൻ ഇവിടെ ഇരുന്ന് ധൃതി വെക്കായിരുന്നു. എന്നാ പറയാനാ, ഞാൻ പോയാ മതിയായിരുന്നു, അവനെ വിട്ടാൽ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞു. എന്നാന്നറിയോ, അമ്മാവന് പണ്ട് ഇച്ചിരി ധൃതി കൂടുതലുള്ളൂ. അങ്ങനെയല്ല, നമുക്ക് ഈ പണ്ട് നമ്മുടെ ഇത് പറഞ്ഞിട്ടുണ്ട്, ഒരേ ഒരു ലക്ഷ്യം ശബരിമാമല എന്ന് പറയും വണ്ണം ഒരേ ഒരു ലക്ഷ്യം നമുക്ക് തിരുമലയിലേക്ക് പോകാന്നുള്ളതാണ്. അതെ, എത്രയും പെട്ടെന്ന് നമ്മൾ ചെറുതി പിടിച്ചിരിക്കും. നാച്ചുറൽ ഇറങ്ങി ഓടിപ്പോകുന്നില്ല. ഇല്ല, എന്നാലും നമ്മളൊരു പുള്ളി നമുക്കൊരു അപ്പോയിന്റ്മെന്റ് സമയം തന്നേക്കണോണ്ട് നമ്മളത് തെറ്റിക്കാൻ പാടില്ല. താഴെ കാണുന്നതാണ് തിരുപ്പതി ടൗൺ. അപ്പോൾ തിരുപ്പതിക്ക് നമ്മൾ ദർശനം നടത്താൻ നേരെ ഈ പാസ് ഇല്ലാതെ വന്നാൽ ഒരുപാട് ടൈം ക്യൂ നിൽക്കേണ്ടി വരും. പിന്നെ പാസ് എടുക്കുന്നത് എങ്ങനെ ഉണ്ണി? പാസ് എടുക്കണമെങ്കിൽ സ്പെഷ്യൽ എൻട്രി ദർശനം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ വെബ്സൈറ്റിൽ കയറാം. ഏത് ഈ തിരുപ്പതി തിരുമല ദേവസ്ഥാനം എന്ന് പറഞ്ഞ വെബ്സൈറ്റ് അല്ലേ? അതെ. അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് അത് എല്ലാ മാസവും 24-ാം തീയതി അത് റിലീസ് ആകുന്നത്, അടുത്ത 2 മാസത്തിനപ്പുറത്തെ. അപ്പൊ അന്ന് 24-ാം തീയതി രാവിലെ 10 മണിക്ക് ഇത് ഓപ്പൺ ആവും. ഓപ്പൺ ആയി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ കാരണം പെട്ടെന്ന് തന്നെ ഇത് തീരുകയും ചെയ്യും. അങ്ങനെ നമ്മൾ 300 രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ്. ഇല്ലെങ്കിൽ പറ്റുമല്ലോ ഇതിലെ നടന്ന്, അതായത് തിരുപ്പതിയിൽ നിന്ന് നടന്ന് തിരുമലയ്ക്ക് കയറി ചെല്ലുവാണെങ്കിൽ നമുക്ക് സ്പെഷ്യൽ ദർശനം കിട്ടും. അവിടെ ഒരു പാസ് കിട്ടും. ആ പാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് നടന്നു വരുന്നവർക്ക് പരിഗണനയുണ്ട്. നല്ലൊരു കയറ്റം കയറണം. ശബരിമലയെക്കാളും വലിയ കയറ്റാന്ന് എനിക്ക് തോന്നുന്നു. അല്ല, അത് 10-20 കിലോമീറ്റർ അല്ലേ? ഉണ്ട്. നടന്നു പോകുമ്പോൾ ചിലപ്പം വളവില്ലാതെ ഒരു 10 കിലോമീറ്റർ എങ്കിലും കാണും. എന്നാലും നല്ല കയറ്റമുണ്ട്. ഇപ്പൊ ഈ നമ്മളെ തിരുപ്പതിയിൽ നിന്ന് തിരുമലയ്ക്ക് കയറി വരുമ്പോഴേ ഒരു ടൈമുണ്ട്. നേരത്തെ അവിടെ ചെല്ലാൻ പറ്റിയല്ല. നേരത്തെ എന്നാൽ ഫൈൻ അടിക്കും അല്ലേ? അതായത് ഒരു ടൈമുണ്ട്. എന്ന് പറഞ്ഞാൽ ഓവർ സ്പീഡിലൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അവിടെ നിന്ന് കയറിയ സമയം ഇവിടുന്ന് സമയം എത്ര മിനിറ്റ് ആയിരുന്നു ഉണ്ണി? 40 മിനിറ്റാണ്. 40 മിനിറ്റാന്ന് എനിക്ക്. അപ്പൊ 23 മിനിറ്റിനും 40 മിനിറ്റിനും ഇടയ്ക്ക് വേണം അവിടെ ചെല്ലാൻ. താമസിക്കാനും പാടില്ല, പെട്ടെന്നും ചെല്ലാൻ പാടില്ല. അതനുസരിച്ച് കൈകാര്യം ചെയ്തോണം കേട്ടോ. മുന്നിലൊരു ലോറി പോകുന്നുണ്ട്, അതുകൊണ്ട് വണ്ടികളെല്ലാം പതുക്കെ നിൽക്കുന്നത്. ഗരുഡാദ്രി ഗാർഡൻ. അപ്പം നമ്മൾ മല കയറി മുകളിലെത്തി. നമ്മൾ 12:33 താഴേന്ന് പോന്ന ഇപ്പോൾ 1:03 കറക്റ്റ് 30 മിനിറ്റ്. ഗീതോപദേശം പാർക്ക്. ഇവിടെ എല്ലാം കണ്ടോ, ഒരു പ്ലാസ്റ്റിക്കോ ഒരു പേപ്പർ കഷ്ണോ പോലും ഒരിടത്തുമില്ല. എല്ലായിടവും നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. അപ്പോൾ നമ്മൾ തിരുമല എത്തി. അപ്പോൾ നമ്മൾ വല്ലതും കഴിക്കണം. അപ്പോൾ നമ്മുടെ ദർശന സമയം എത്ര? 4 മണി. അപ്പം എല്ലാം ഫുഡ് കഴിക്കാം. അപ്പം അമ്മാൻ എന്നാ അമ്മ കഴിക്കുന്നത്? നമുക്ക് ഇവിടുത്തെ പ്രസാദം അവിടെ പോയി നോക്കുന്നല്ലേ? അവിടെ വേണേൽ നോക്കിയാൽ അവിടുന്ന് കഴിക്കാം. തിരക്കില്ല, അവിടുന്ന് കഴിക്കാം. അതെ, അമ്മാൻ നടക്കാമല്ലോ അല്ലേ? അതൊക്കെ പറഞ്ഞല്ലോ. ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു. എന്നാന്നോ, ടിക്കറ്റ് എടുത്തോണ്ട് വന്നായിരുന്നോ? എന്റെ പേര് രാജേഷ് എന്നല്ല. ഇതേ ഒരു ബസ് വരുന്നുണ്ടോ? ഇതേ തിരുപ്പതിന്ന് തിരുമലയിലോട്ട് ഫ്രീ സർവീസാ. അമ്പലത്തിന്റെ തന്നെ വണ്ടിയാ, ദേവസ്ഥത്തിന്റെ വണ്ടിയാ. തിരുപ്പതി ദേവസ്ഥാനം. ഈ കാണുന്ന എല്ലാം ഗസ്റ്റ് ഹൗസാ. ഇതൊക്കെ നേരത്തെ ബുക്ക് ചെയ്താലേ കിട്ടുള്ളൂ.
ഇവിടെ ഈ പാർക്കിങ്ങിൽ ഇവിടെ എല്ലാം നല്ലപോലെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ല തണലാണ്. ഇതെല്ലാം ഗസ്റ്റ് ഹൗസുകളായി കാണുന്നതെല്ലാം. ഈ 526 GNC 526 550 ഇതെല്ലാം ഓരോ ഗസ്റ്റ് ഹൗസിൻ്റെ നമ്പറുകളാണ്. ഈ മരം പേരാലാന്ന് തോന്നുന്നു കണ്ടിട്ട്. പക്ഷേ ഇലയൊക്കെ ചെറിയ ഇലയാണ്. ആൾക്കാരൊക്കെ റെസ്റ്റ് എടുക്കാനായിട്ട് ഇതിൻ്റെ ചോട്ടി ഇരിക്കുക. നല്ല തണുപ്പും തണലല്ലേ നല്ല. അപ്പോൾ ഇവിടെ ക്ഷേത്രത്തിലെ അന്നദാനം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഇച്ചിരി നടന്നു പോകണം. അത് തിരക്കുണ്ട്. പിന്നെ അമ്മാവനും മരുമനും ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളെന്നാൽ പിന്നെ ഇവിടുന്ന് തന്നെ കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ അതിൽ കഴിക്കാം. ഗണപതിക്ക് കൊടുത്തു. അതെ, ചോറിന് ഇങ്ങനെ വൈറ്റ് റൈസും ഇത് സാമ്പാറാന്ന് തോന്നുന്നു. ഇത് വേറെ എന്താ, എല്ലാം പച്ചക്കറി കൊണ്ടുള്ള കറിയാണ്. നല്ല കറി കേട്ടോ, കുഴപ്പമില്ല. അച്ചാറും. ഇവിടുത്തെ വെള്ള ഇതിന് 50 രൂപ വിലയാണ്. ഇപ്പോൾ നമ്മൾ കുപ്പി ഇവിടെ ഏത് കട തിരിച്ചു കൊടുത്താലും 30 രൂപ നമുക്ക് തിരിച്ചു കിട്ടും. ചില്ലുകുപ്പിയാണ്. പ്ലാസ്റ്റിക് ബോട്ടിൽ ഒരിടത്തും ഇല്ല. അപ്പോൾ അതെ, എല്ലാവരും മുട്ടയൊക്കെ അടിച്ച് കുളിച്ചു അല്ലേ? അതെ, ഇനി നേരെ ദർശനം തൊഴാൻ പോവാം. അപ്പം ഇനിയിപ്പോൾ ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. എല്ലാം ഇവിടെ വെച്ചിട്ട് പോവാം. ഇപ്രാവശ്യം തിരുപ്പതിയെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ തിരുപ്പതി വന്നപ്പോൾ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം. മുണ്ടെടുക്കാൻ മറന്നുപോയി. അതിനാ പറ്റി ഏതാ മുണ്ട് ആരും കൊണ്ടുപോയി? മുണ്ട് എവിടെ ഉരിഞ്ഞു പോയി, തിരക്കിനിടെ പോയല്ലേ. അപ്പോൾ ഇന്നലെ 3:30 ആയപ്പോൾ നമ്മൾ ദർശനത്തിന് പോയായിരുന്നു. പക്ഷേ ഭയങ്കര പോസ്റ്റായി പോയി. ഉച്ച കഴിഞ്ഞ് 3:30. ഉച്ച കഴിഞ്ഞ് 3:30 പോയിട്ട് 10:30 ആയപ്പോഴാണ് ദർശനം കിട്ടി. അത് കഴിഞ്ഞ് ഇറങ്ങി വണ്ടിയുടെ അടുത്ത് വന്നപ്പോഴത്തേക്കും 11:45. ഇപ്പോൾ 12 മണി വരെ താഴേക്ക് വണ്ടി ഇറക്കി വിടുള്ളൂ, വനത്തിൽ കൂടെ വരേണ്ടതുകൊണ്ട്. പിന്നെ അല്ല 3 മണിക്കേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് വണ്ടി എടുത്ത് അവിടുന്ന് പോന്നു. താഴെ വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഉറങ്ങി. ഇപ്പോഴാണ് ഏറ്റവും. അത് കഴിഞ്ഞ് ഇവർ രണ്ടും മാറി ഓടിച്ചു. രാജേഷ് അവിടെ വരെ ഓടിച്ചു. ഞാൻ കൃഷ്ണഗിരി വരെ ഓടിച്ചു. കൃഷ്ണഗിരി വരെ രാജേഷ് ഓടിച്ചു. അത് കഴിഞ്ഞ് ഉണ്ണിബ്രോ ഓടിച്ചപ്പോൾ പിന്നെ നല്ല നൈസായിട്ടാണ്. അന്നേരം നല്ലപോലെ ഉറങ്ങി കേട്ടോ. ഇടയ്ക്ക് ഞാൻ ഓടിച്ചോണ്ട് പോകുന്ന ഗിയർ മാറിയായിരുന്നു. ഉറങ്ങുന്നുണ്ടോ? അപ്പോൾ നല്ലപോലെ ഉറങ്ങി. അപ്പം പിന്നെ അമ്മാവൻ ഉറങ്ങിയോ? ചെറുതായിട്ട്. അമ്മാന് ടെൻഷൻ കാരണം ഉറക്കം നടന്നില്ല. പ്രായമായില്ലേ, ചുമ്മാ അങ്ങനെ എപ്പോഴും പറയാതെ. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്ന് ഇപ്പം കോയമ്പത്തൂർ എടുക്കാറായി. 70 കിലോമീറ്ററേ ഉള്ളൂ കോയമ്പത്തൂരിന്. അപ്പം ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. നമുക്ക് നേരെ പോയേക്കാം അല്ലേ? അപ്പം നമുക്ക് ഹൈവേന്ന് ഇറങ്ങി കോയമ്പത്തൂർ ടൗണിൽ കൂടെ കയറിപ്പോവാം. കുറച്ച് ടൗണിൽ കൂടെ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലെ ഒന്ന് കയറി പോയിട്ട് തിരിച്ച് നമുക്ക് ഉക്കടം വഴി വീണ്ടും വന്ന് 544 കയറാം. ഉക്കടം 13 കിലോമീറ്റർ, ഗാന്ധിപുരം 11. ഇതുണ്ടാവും വലിയൊരു എലിവേറ്റഡ് ഹൈവേ ഇത്. അല്ല, ഈ ഫ്ലൈ ഓവർ വന്നതുകൊണ്ടേ ഒരു സിഗ്നലും ഇല്ലാതെ നമുക്ക് നേരെ അങ്ങ് പോവാം. എത്ര ദൂരമാണെന്ന് നോക്കി. ടൗണിലെ തിരക്കല്ല ഒഴിവാക്കി. ഒന്നുമില്ല, ഒരു സിഗ്നലും ഇല്ല, ഒന്നുമില്ല. ഫ്ലൈ ഓവർ തീർന്നിട്ടില്ല. നമുക്ക് പോകേണ്ട സ്ഥലമൊക്കെ എവിടെയാണെന്ന് അറിയാമല്ലോ അല്ലേ? ഇതിപ്പോ ഇത് പണിതേക്കുന്നോണ്ട് ഇത് എവിടാന്ന് പോലും അറിയാൻ പറ്റുന്നില്ല. നമുക്ക് പിന്നെ കുഴപ്പമില്ല. നമ്മളിപ്പോ ഈ പോകുന്ന ഈ എലിവേറ്റഡ് ഹൈവേയുടെ നീളം 10 കിലോമീറ്ററാണ്. പീലാമേട് തൊട്ട് സിറ്റി സെന്റർ വരെയാണ് ഈ എലിവേറ്റഡ് ഹൈവേ. സിഗ്നലുകളൊന്നുമില്ല. നേരെ പോകേണ്ടവർക്ക് നേരെ അങ്ങ് പോയാൽ മതി. ഇടയ്ക്ക് ഇറങ്ങേണ്ടതെല്ലാം സൈഡിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ വഴിയുണ്ട്. ഈ എലിവേറ്റഡ് ഹൈവേ വന്നു കഴിഞ്ഞപ്പം ഏകദേശം 12 സിഗ്നലുകൾ ഒഴിവായി. GD നായിഡു ഫ്ലൈ ഓവർ എന്നാണ് ഈ ഫ്ലൈ ഓവറിൻ്റെ പേര്. അതായത് ഗോപാൽസ്വാമി ദുരൈസ്വാമി നായിഡു ഫ്ലൈ ഓവർ. നമുക്ക് ഇറങ്ങേണ്ട സ്ഥലത്തേക്ക് ഇവിടുന്ന് ഇറങ്ങണം കേട്ടോ. ഇതുണ്ടോ, ഗാന്ധിപുരം 3 കിലോമീറ്റർ ഒക്കെ ലെഫ്റ്റിലേക്ക് ഇറങ്ങണം. ഇല്ലെങ്കിൽ ഇതിലെ നേരെ അങ്ങ് പോവും. ഇത് വലിയ എലിവേറ്റഡ് ഹൈവേ ആണ്. ഇതിലെ അങ്ങ് ഇറങ്ങിയേക്കാം നമുക്ക്. ഇതുണ്ടോ, നല്ല അടിപൊളിയല്ലേ? എല്ലാ ടൗണിലും നമ്മുടെ അവിടെ ആണെങ്കിലും ഇങ്ങനെ ചെയ്താൽ മതി ശരിക്കും. ഇതുകൊണ്ട് ഈ ഒരു ഒറ്റ തൂണല്ലോ, പഴയ റോഡ് താഴെ അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് എലിവേറ്റഡ് ഹൈവേ പണിതേക്കുക. അപ്പം നേരെ പോകേണ്ടവർക്ക് അതിന് മുകളിൽ കൂടെ നേരെ അങ്ങ് പോവാം. താഴത്തെ റോഡ് അതേപടി ഉണ്ട് താനും. വേറെ സ്ഥലമെടുപ്പ് ഒന്നും വേണ്ട. ട്രാഫിക് ഇല്ലാതെ അങ്ങ് പോവാം. ട്രാഫിക് ഇല്ലാതെ അങ്ങ് പോവാം. സിഗ്നലുകളും ഇല്ല. ഇത് ഉക്കടമൊക്കെ ഇതേ ഫുള്ള് ഫ്ലൈ ഓവറായി. ഇതിലേക്ക് വന്നിട്ട് കുറേ കാലമായിരുന്നു. ഈ ഫ്ലൈ ഓവറിൻ്റെയൊക്കെ പണി നടന്നുകൊണ്ടിരുന്ന സമയത്ത് വന്നാൽ അത് കഴിഞ്ഞ് പിന്നെ വന്നിട്ടില്ല. അമ്മാവൻ്റെ മരുമാൻ്റെ ഒന്നും സൗണ്ട് കേൾക്കുന്നില്ല. ഉറങ്ങിയോ? ചെറുതായിട്ട് പൊള്ളാച്ചി പാലക്കാട്. നമുക്ക് പാലക്കാട് റൂട്ടിൽ പോയേക്കാം. അപ്പോൾ അതേ നമ്മൾ ടൗണിൽ നിന്നൊക്കെ വിട്ട് നേരെ വന്ന് NH 544 കയറി. ലെഫ്റ്റിലേക്ക് സേലം, റൈറ്റിലേക്ക് എറണാകുളം. 167 കിലോമീറ്റർ എറണാകുളത്തിൽ.
ഇപ്പം നമ്മൾ ചാവടി എത്തി. ഇത് തമിഴ്നാട് RTO ചെക്ക് പോസ്റ്റ്, ബോർഡർ ചെക്ക് പോസ്റ്റ്. ഇതുണ്ടോ പഴയ ടാറിങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ടോ? കട്ട് ചെയ്ത് അതേപടി വണ്ടിയിലേക്ക് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാ സ്പീഡ് പരിപാടിയല്ലേ. എന്നാ എളുപ്പമാണ് പണി നടക്കുന്നതെന്ന് നോക്കി. അപ്പോൾ അതെ ഇവിടുന്ന് നമ്മൾ കേരളത്തിലേക്ക് ഇറക്കുക. തമിഴ്നാട് കഴിഞ്ഞ് അതെ മലയാളത്തിൽ ബോർഡുകളൊക്കെ കാണാൻ തുടങ്ങി. RTO ചെക്ക് പോസ്റ്റ് വാളയാർ കേരള. വാളയാറില്ല, അല്ല ചെക്ക് പോസ്റ്റ് ഒന്നും ഇല്ല ഇപ്പോൾ. ചെക്ക് പോസ്റ്റ് നിർത്തിയല്ലേ? ആ അതെ മഞ്ചേശ്വരത്തെ ചെക്ക് പോസ്റ്റാണ് നിർത്തിയത്. ഇവിടുത്തെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ വാളയാർ എത്തി. ഇവിടെ എല്ലാം ഉണ്ടല്ലോ ലോട്ടറി കച്ചവടം. ഇതുണ്ടോ തമിഴ്നാട്ടിൽ ലോട്ടറി ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഇവിടെ വന്നാൽ ലോട്ടറി എടുക്കുന്നത്. സൈഡിൽ കാണുന്ന മൊത്തം ലോട്ടറി കടകളാണ്. ഇത് പണ്ടത്തെ നമ്മുടെ വാളയാർ സെയിൽ ടാക്സ് ചെക്ക് പോസ്റ്റായി ലെഫ്റ്റ് സൈഡിൽ കാട് പിടിച്ച് കിടക്കുന്നത്. പ്രതാപം നഷ്ടപ്പെട്ട സെയിൽ ടാക്സ് ചെക്ക് പോസ്റ്റ് അങ്ങനെ കൂടെ പറയണം. ഇന്ത്യയിലെ ഏറ്റവും തിരക്ക് കൂടിയ ചെക്ക് പോസ്റ്റ് ആയിരുന്നു. തിരക്ക് കൂടുതലല്ല. ഇവിടെ വന്നാൽ 2-3 ദിവസം കൊണ്ടൊക്കെ നമ്മുടെ ലോറി ചെക്ക് പോസ്റ്റ് പാസ്സാവുള്ളായിരുന്നു. അത്ര തിരക്കായിരുന്നു. കർക്കിടക മാസമാണ്, പക്ഷേ നല്ല തീ വെയിലാണ്, മഴയൊന്നുമില്ല. അപ്പോൾ നമ്മൾ പാലക്കാടൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മാവൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് ഓടിക്കണോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ചോദിക്കുന്ന മാത്രമേ ഉള്ളൂ. ഓടിക്കാൻ ചോദ്യം മാത്രമേ ഓടിക്കണം. മോട്ടിവേറ്റ് ചെയ്യും. മറ്റേ ഞാൻ ഓടിച്ചോളാം എന്ന് പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കും. അല്ല അതാ രാജേഷ് ഓടിക്കണ്ട എന്ന് പറയുമെന്ന് പ്രതീക്ഷിച്ച് തന്നെ ഞാൻ ഓടിക്കണോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഓടിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു ചോദ്യമല്ലെന്ന് ഞങ്ങൾക്ക് അത് കേൾക്കുമ്പോഴേ മനസ്സിലാവും. രാജേഷിന്റെ മുഖം കണ്ട ആരെങ്കിലും വണ്ടി ഓടിക്കേണ്ട ആരും നോക്കി നിന്ന് പോയില്ലേ? അതെ ആ കണ്ണാടി കൂടെ വെച്ചപ്പോ അപാര ക്ലാവർ. ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും ഈ വെയിലടിച്ചിട്ടേ അമ്മാവൻ രാവിലെ പറഞ്ഞ പോലെ കണ്ണിൽ ഈ മണല് വാരിയിട്ടോരെ കിരികിരാന്നൊരു അതൊന്ന് മാറാനായിട്ടാ. അപ്പോൾ അതായത് നമ്മളങ്ങനെ അങ്കമാലിയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് ഡ്രൈവർ ഒന്ന് ചേഞ്ച് ആയായിരുന്നു. അമ്മാവൻ ഓടിക്കാമെന്ന് ഒത്തിരി നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അമ്മാവൻ കുറച്ച് ഓടിക്കട്ടെന്ന് വെച്ചു. അതുകൊണ്ട് ഉറക്കൊന്നും വരുന്നില്ല അമ്മാവനല്ലേ? ഇന്നലെ നല്ല കിടന്ന് ഉറങ്ങിയല്ലേ? ആണോ? പഴയ ഹെവി ഡ്രൈവറാ. പണ്ടേ കൂപ്പിക്കൂടെ ഒക്കെ വണ്ടി ഓടിച്ചോണ്ടുന്ന പാർട്ടിയാ. ആണോ? പിന്നെ 12-10 SC ഒക്കെ ചെറുവിരളെ കൊണ്ടുവരുമായിരുന്നു. പഴയ ബെഡ്ഫോർഡും ഫർഗോയും ഒക്കെ ഓടിച്ചിട്ടുള്ള ആളാ. മാത്രോ ഹിന്ദുസ്ഥാനിന് കേട്ടിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ പിന്നെ തൊട്ടാ സ്റ്റാർട്ട് ഇട്ടാ ടോപ്പ് ആ വണ്ടി വരെ ഓടിച്ചിട്ടുണ്ട്. ഈച്ചക്കാലല്ല സെൽഫ്. അത് ശരി. അപ്പൊ അതുകൊണ്ട് പിന്നെ നമുക്ക് ധൈര്യമായിട്ടിരിക്കാം അല്ലേ? പക്ഷെ പുതിയ വണ്ടികള് വല്ലവന് പുല്ലുമായാലും ആണ്. പിന്നെ അല്ല. രാജേഷ് നല്ല ഉറക്കത്തിലേക്ക് വഴുതി വീണു. കാലടിപ്പാലത്തിൽ നല്ല ട്രാഫിക്കാണ്. അതുകൊണ്ട് നമ്മൾ റൂട്ടൊന്ന് മാറ്റിപ്പിടിച്ചു. ഇപ്പം നമ്മളത് ആ റൂട്ടിൽ കയറി വന്നത്. അപ്പോൾ നമ്മൾ വന്നത് കുറുപ്പമ്പടി എത്തി. അപ്പോൾ നമ്മൾ കോനല്ലൂരെത്തി. അപ്പോൾ അമ്മാവനെ മരുമോനെ ഇവിടെ ഇറക്കി വിടുക. ചാക്കയുടെ രണ്ടും ഇറക്കി വെച്ച് നമുക്ക് വീണ്ടും സന്ധിക്കും വരെ വണക്കത്തോടെ വണക്കം. ഇവിടെ പറ്റി അമ്മാവൻ്റെ വീടാ തൊട്ട് ബാക്കിൽ റോഡ് സൈഡിൽ തന്നെ അതേ ആ കാണുന്നത്. അപ്പം ഗേറ്റൊക്കെ പൂട്ടിയിട്ടേക്കാം. ഇനി അമ്മാവനെഞ്ഞും താമസിച്ചു പോയെന്നും പറഞ്ഞ് അമ്മായി അകത്ത് ഏറ്റവും ഇല്ലയോ എന്ന് അറിയത്തില്ല. ഇല്ലല്ലേ? അപ്പൊ എന്നാ പിന്നെ നമുക്ക് കാണാം. ഇടയ്ക്ക് ഇനിയിപ്പോ കാണാം കേട്ടോ. കാണണം. പറഞ്ഞാലോ? ഓക്കെ, എല്ലാം പറഞ്ഞാലോ? ഓക്കെ. കൈവിടെ അങ്ങോട്ട് പോയി വലിച്ചോണ്ട് പോവാ. ലഗേജൊക്കെ എടുത്തോ, ഒന്നും വിട്ടുപോകല്ലേ. ഇനി അവിടെ ചെന്നിട്ട് ഉണ്ണിപ്രായ വീട്ടിൽ കൊണ്ടോ വിടണം കേട്ടോ. സ്കൂട്ടർ ഇവിടെ ഉണ്ട്. ഓക്കെ, എല്ലാം ഉണ്ടോ? ഇതെല്ലാം കഴിഞ്ഞപ്പോഴേ ഒരു പേപ്പർ ഇങ്ങനെ കിടക്കുന്നു. സഹിച്ചാൻ്റെ ഇതെടുത്ത് കളയാൻ തുടങ്ങുമായിരുന്നു അമ്മാവൻ. ഉണ്ണിയുടെ ആധാറായിരുന്നു. ഉണ്ണിയുടെ അല്ല, മരുമാന്റെ. മരുമാന്റെ. ഞാനവിടെ എടുത്തു വെച്ചപ്പോഴത്തേന് ഇവനതെല്ലാം കൂടെ എടുത്ത് അകത്തോട്ട് വെച്ചു. അപ്പൊ അതിൽ ഇടയ്ക്കോട്ട് പോയതാ. അപ്പൊ അങ്ങനെയാണ് ഒരു കാര്യം. മോക്ക് മേടിച്ച കാർ എങ്ങനെയാണ് വെളി വീണത്? അത് ശരി. അതെങ്ങനെ? അത് ചുമ്മാ ഓടി ചുമ്മാ ഇട്ടേക്കായിരുന്നു. ഇപ്പൊ ഉത്തരവാദിത്വം ആധാർ എന്റെ ഇപ്പൊ വഴി ആധാറായിരുന്നു. അപ്പൊ ശരി, വലിയൊരു ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഒന്നിച്ച് പോയിട്ട് രണ്ടായിട്ട് തിരിച്ചു. അതെ. അപ്പൊ എന്നാ പിന്നെ ഇന്നലെ ഒന്നും നല്ലപോലെ ഉറങ്ങിയൊന്നുമില്ല. ആര്? ഞാൻ ഉറങ്ങിയില്ല. നമുക്കറിയത്തില്ല. സീറ്റായി കിടന്ന് ഉറങ്ങിയാവല്ലോ, ഇരുന്ന് ഉറങ്ങിയാവല്ലോ ഉറക്കം. അതെ അതെ. ബാക്കിയുള്ള ഡ്രൈവ് സീറ്റ് ഇരുന്ന് വണ്ടി ഓടിക്കുകയായിരുന്നു. അത് കുഴപ്പമില്ല. വെളുപ്പിനെ ഉറങ്ങിയില്ലേ? അതെ അതെ, 1.5 മണിക്കൂർ. ഇവര് 3 പേരും നല്ലപോലെ ഉറങ്ങിയില്ല. ഞാൻ പിന്നെ നല്ലപോലെ ഉറങ്ങി. കുഴപ്പമില്ല. അതെ അതെ. ചപ്പാത്തിയൊക്കെ റെഡി ആയിട്ടിരിപ്പുണ്ട്. കഴിക്കുക കിടന്നുറങ്ങുക. അത്രേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.